അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ പേടിച്ചിട്ട് ഇന്ത്യ ഈ തീരുവ കുറയ്ക്കാനുള്ള ഒരു തീരുമാനം എടുത്തേക്കോ? ഇന്ത്യ തീരുവ കുറയ്ക്കും എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളിലൊക്കെ ഉള്ള റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ വലിയ റോയിട്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഇന്നിപ്പോൾ പീയൂഷ് ഗോയലും അമേരിക്കയുടെ അസിസ്റ്റൻറ്റ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഫോർ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ, സൗത്ത് ഏഷ്യയ്ക്കും സെൻട്രൽ ഏഷ്യയ്ക്കും തെക്കനേഷ്യയും മധ്യേഷ്യയും അങ്ങോട്ടുള്ള വാണിജ്യ പ്രതിനിധി ബ്രെൻഡൻ ലിഞ്ച് ഡൽഹിയിലുണ്ട്. ഇങ്ങോട്ട് വന്ന് പീയൂഷ് ഗോയലുമായിട്ട് നമ്മുടെ മന്ത്രി ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വെറുതെ പ്രഖ്യാപിച്ച് നാണം കെടുത്താതെ ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്തൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള അന്വേഷണമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇന്ത്യ മൊത്തം തീരുവയിൽ നമ്മൾ 50% കൂടുതലൊക്കെ ഉണ്ടല്ലോ, ഓട്ടോമൊബൈലിനൊക്കെ 100% ഉണ്ട് ഡ്യൂട്ടി. അപ്പോൾ ഈ ഏതാണ്ട് എല്ലാത്തിനും കുറയ്ക്കുന്നതിന് പകരം ചിലതിന് നന്നായിട്ട് കുറയ്ക്കുക എന്നുള്ളൊരു തന്ത്രം ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് $23 ബില്യൺ മൊത്തം ഇന്ത്യ കുറയ്ക്കും ഒരു വർഷത്തേക്ക് തീരുവ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. 23 ബില്യൺ എന്ന് പറയുമ്പോൾ 1,97,034 കോടി. അതാണ് അത്രയും തുക തീരുവയായിട്ട് കുറയ്ക്കും. കാരണം ഈ അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് വലിയ കച്ചവടമുണ്ട്. ആ കച്ചവടം പൂട്ടിപ്പോകാൻ പറ്റില്ല. ഇന്ത്യ തീരുവ കുറയ്ക്കുന്നില്ല എങ്കിൽ ഇത് വേറെ രാജ്യങ്ങളിലേക്ക്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകും അമേരിക്കയുടെ കച്ചവടം. അത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് തീരുവ കുറയ്ക്കുക എന്നുള്ള, അത് മോദിയും ട്രംപും തമ്മിലുള്ള ചർച്ചയുടെ സമയത്ത് തന്നെ ചിലപ്പോൾ ആ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനം വരുന്നൊക്കെ ചില ആളുകൾ ധരിച്ചിരുന്നതാണ്. നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ ചിലതിനൊക്കെ കുറച്ചിരുന്നല്ലോ. ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ ബൈക്ക്, അങ്ങനത്തെ ചില കാര്യം, പിന്നെ ഈ ബൂർബോൺ വിസ്കി, നിർമ്മല സീതാരാമൻ അതിന് രണ്ടിനും അതിൽ കുറച്ചിരുന്നു. അപ്പോൾ പുതിയ ഏപ്രിൽ 2 റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുന്നതാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ട് കയറ്റി അയക്കുന്ന സാധനത്തിനൊക്കെ ഇവിടെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് ഇപ്പോൾ ഏതിനെങ്കിലും ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ 100% ആണെങ്കിൽ അതിന് തുല്യമായ തീരുവ അവിടെയും ചുമത്തും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 5% മുതൽ 30% വരെയൊക്കെ അവിടെ തീരുവയുള്ളൂ. നമ്മൾ 50%, 100% ഒക്കെ ചുമത്തുന്നുണ്ട്. ഇതാണ് ശരിയല്ലാത്ത പരിപാടി എന്ന് ട്രംപ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അമേരിക്ക താരിഫ് പ്രഖ്യാപിച്ചാൽ, തീരുവ പ്രഖ്യാപിച്ചാൽ ഇന്ത്യയുടെ 87% കയറ്റുമതിയെ ബാധിക്കും എന്നാണ് കണക്ക്. അപ്പോൾ ഇപ്പം മൊത്തം കച്ചവടം എന്ന് പറയുന്നത് $66 ബില്യൺ ഒരു കൊല്ലം. അതായത് 5,65,401 കോടി രൂപ. 6 ലക്ഷം കോടി രൂപയുടെ കച്ചവടം അമേരിക്കയായിട്ട് നടക്കുന്നുണ്ട്, അങ്ങോട്ട് കയറ്റുമതി. അതിൻ്റെ അകത്ത് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത് ഒരു 2 ലക്ഷത്തിൻ്റെ തീരുവ കച്ചവടത്തിൽ കുറയ്ക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ ഉള്ളത്. 55% ഇറക്കുമതിയിൽ നമ്മൾ ആ തീരുവ കുറയ്ക്കും. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 55% ഇറക്കുമതിയിലും നമ്മൾ തീരുവ കുറയ്ക്കും. അപ്പോൾ ചിലതിൽ മൊത്തമായിട്ട് കുറയ്ക്കും, ചിലതിൽ നന്നായിട്ടും കുറയ്ക്കും എന്നുള്ള രീതിയിലാണ്. ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുന്ന രീതി ഉണ്ടാവും ചില വസ്തുക്കളിലൊക്കെ. എല്ലാ മേഖലകൾക്കും പകരം ചിലതിൽ നന്നായിട്ട് കുറയ്ക്കുക. അപ്പോൾ ബ്രെൻഡൻ ലിഞ്ച് ഇന്ന് വരുമ്പോൾ, ഡൽഹിയിൽ വരുമ്പോൾ ഉള്ള ചർച്ചകളിൽ ഇതൊക്കെ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. WTOയുടെ കണക്കനുസരിച്ചിട്ട് ശരാശരി അമേരിക്കൻ താരിഫ് 2.2% മാത്രമാണ്. നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ അവിടെ ചുമത്തുന്ന തീരുവയുണ്ടല്ലോ,
ആ ഡ്യൂട്ടി 2.2% ശരാശരി. വളരെ കുറവല്ലേ അതെ. നമ്മൾ ചുമത്തുന്ന നോക്കുമ്പോൾ. ഇന്ത്യയുടെ ശരാശരി 12%. WTOയുടെ കണക്കനുസരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ നമ്മൾ ചുമത്തുന്ന ശരാശരി 12%. അമേരിക്ക 2.2. അപ്പോൾ ഒരു സന്തുലനമില്ലായ്മ അതിൻ്റെ അകത്തുണ്ട് WTOയുടെ കണക്ക് നോക്കുമ്പോൾ. അമേരിക്കയ്ക്ക് ആണെങ്കിൽ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള കച്ചവടത്തിൽ $45.6 ബില്യൺ കമ്മിയുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാണ് ഉള്ളത് കമ്മി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശമാണ്. ഇപ്പോൾ 2 ലക്ഷം കോടി രൂപ തീരുവയിൽ തന്നെ തട്ടിക്കഴിക്കുകയാണെങ്കിൽ ഇതിലും കുറവ് വരുമല്ലോ. അപ്പം മോദി ഫെബ്രുവരിയിൽ പോയിരുന്നു, ട്രംപിനെ കണ്ടിരുന്നു, ചർച്ചയാകാം എന്ന് പറഞ്ഞിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ. ഇന്ത്യ തീരുവ കുറയ്ക്കുന്ന സാധനങ്ങൾ ആയിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് ആൽമണ്ട്സ്, മറ്റേ ഫ്രൂട്ടില്ലേ, ആൽമണ്ട്സ്, പിസ്റ്റാഷ്യോ, ഇത് തന്നെ. പിന്നെ ഓട്ട് മീൽ, ഭക്ഷ്യവസ്തു, ക്വിനോവ, ആ ചെറിയ സീഡില്ലേ, മില്ലറ്റ്, അതാണ് ക്വിനോവ എന്ന് പറയുന്നത്. പല കളറിലുമൊക്കെ ഉള്ളത് ക്വിനോവ. മാംസം, ചോളം, ഗോതമ്പ്, ക്ഷീരോൽപ്പന്നങ്ങൾ, ഇത് നമ്മൾ നന്നായിട്ട് തീരുവ ചുമത്തുന്നതാണ്. ഇതിൽ നമ്മൾ തീരുവ കുറയ്ക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാട് എടുക്കാനാണ് സാധ്യത. മാംസം, ചോളം, ഗോതമ്പ്, ക്ഷീരോൽപ്പന്നങ്ങൾ, ഇതൊക്കെ ഡിമാൻഡ് കൂടുതലാണ് അല്ലേ? അതെ അതെ. ഇത് നമ്മൾ കുറയ്ക്കില്ല എന്നുള്ള നിലപാട് അങ്ങോട്ട് കയറ്റി അയക്കുന്നത്. അത് നല്ല ഡിമാൻഡുള്ളതാണ്. അപ്പോൾ ഓട്ടോമൊബൈൽസിന് ഇപ്പോൾ 100% കൂടുതലുണ്ട്. അത് ക്രമമായിട്ട് ഒറ്റയടിക്ക് കുറയ്ക്കുകയല്ല, ക്രമമായിട്ട് കുറയ്ക്കും എന്നുള്ള നിലപാടാണ് എടുക്കാൻ പോകുന്നതെന്ന് റിപ്പോർട്ടിൽ കാണുന്നു. റെസിപ്രോക്കൽ താരിഫ് ചുമത്താൻ അമേരിക്ക, നമ്മളൊന്നും കുറച്ചില്ല എന്നിരിക്കട്ടെ, റെസിപ്രോക്കൽ താരിഫ് ചുമത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ട്രംപ്. നമ്മൾ കുറച്ചില്ലെങ്കിൽ അങ്ങനെ ചുമത്തുന്ന സാധനങ്ങൾ, അമേരിക്ക ചുമത്തുന്ന സാധനങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, മരുന്ന്, പിന്നെ ഓട്ടോമൊബൈൽസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, ഇലക്ട്രിക്കൽ സാധനങ്ങൾ, യന്ത്രങ്ങൾ, മെഷീനറി, ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ പേഴ്സ്, മുത്ത്, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ മിനറൽ ഫ്യൂവൽസ്, ഇന്ധനം, യന്ത്രം എന്നിവയ്ക്ക് 6 മുതൽ 10% വരെ ആക്കി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ കയറ്റുമതിയുടെ പകുതി അതാണ്, ഈ സംഗതികളാണ്. ഇന്ത്യൻ കയറ്റുമതി താരിഫ് കൂടിക്കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾ അവിടെ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കയിലെ കമ്പനികൾ ഈ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം, ഇന്ത്യയുടെ സാധനങ്ങൾക്ക് വില കൂടുമല്ലോ അവിടെ തീരുവ കൂട്ടുമ്പോൾ, അപ്പോൾ ഇന്ത്യക്ക് പകരം അമേരിക്കൻ കമ്പനികൾ ഇന്തോനേഷ്യ, ഇസ്രയേൽ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങും. അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. സുനിൽ ബർത്വാൾ, നമ്മുടെ വാണിജ്യ സെക്രട്ടറി, കൊമേഴ്സ് സെക്രട്ടറി, പാർലമെന്ററി സമിതിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ദേശീയ താല്പര്യം ബലി കഴിച്ചിട്ട് നമ്മൾ തീരുവ കുറയ്ക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ദേശീയ താല്പര്യം നോക്കും. മാർച്ച് 10 ഈ മാസം 10 പാർലമെന്ററി സമിതിയുടെ മുമ്പാകെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നെ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വിപുലമായി തന്നെ കുറയ്ക്കണം എന്നാണ്. മോട്ടോർ സൈക്കിളിന് നമ്മൾ കുറച്ചു, ഹാർലി ഡേവിഡ്സൺ പോലെയുള്ളതിന്. ബൂർബോൺ വിസ്കിക്കും കുറച്ചിരുന്നു. അത് രണ്ടും ചെയ്തത് മറ്റേ നിർമ്മല സീതാരാമൻ്റെ ബജറ്റിലാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ, അതായത് ഏപ്രിൽ 2 മറ്റേ റെസിപ്രോക്കൽ തീരുവ, ബദൽ നികുതി, ഇന്ത്യയുടെ തീരുവ കയറ്റുമതി മറ്റേ ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ സാധനങ്ങൾക്ക് കൂടുതലാണ് തീരുവ എന്നുള്ളതുകൊണ്ട് അവിടെ ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് തത്തുല്യമായ നികുതി ചുമത്തുന്നതാണ് ട്രംപിൻ്റെ ഭീഷണി. ഏപ്രിൽ 2 നിലവിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ചർച്ച നടക്കുകയാണ് ഇന്ന് ഡൽഹിയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.